നമസ്കാരം. നമ്മള് ഇന്ന് ഇവിടെ ഉള്ളത് മണലായയിലാണ് കേട്ടോ. മണലായ ശിവക്ഷേത്രത്തില് ഞാൻ ഒരു 2016 തോന്നുന്നുണ്ട് ഞാൻ ഇവിടെ വന്നത്. അതിനുശേഷം ഇവിടുത്തെ പ്രധാനപ്പെട്ട ബാബുവേട്ടൻ നമ്മളെന്നെ വിളിക്കാറുണ്ട് ഓരോ പരിപാടി ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് വരാൻ പറ്റാറില്ല. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ ഫോണിനായി നമ്മൾ അമ്പലങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്തെ ആൾക്കാര് നമുക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് ഈ മള്ളയ ശിവക്ഷേത്രമാണ്. അപ്പത്തെ ഞാൻ ബാബുവേട്ടനെ വിളിച്ചു. ബാബുവേട്ടൻ ഇവിടെ നമുക്ക് എല്ലാ സപ്പോർട്ടും ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളിവിടെ നിന്ന് എത്തി. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി റൂട്ടില് ആനമങ്ങാട് നിന്ന് 3.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മള്ളായ ശിവക്ഷേത്രത്തിൽ എത്താട്ടോ. മുതുകുറിശി എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ തൂത, അതുപോലെ തന്നെ പാറൽ, എടത്തറ, അവിടെ നിന്നൊക്കെ ഒരു 2.5 കിലോമീറ്ററേ നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ളൂ കേട്ടോ. എന്തായാലും ആ മണലായ ഗ്രാമത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ഒരു മണലായ തേവരുടെ ആ ഗോപുരമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ തികച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ആ ഒരു കമ്മിറ്റി എത്ര പരിപാവനതയോട് കൂടിയിട്ടാണ് ആ ഒരു ക്ഷേത്രം നടത്തുന്നത് എന്നുള്ളത് നമുക്ക് ഓരോ ഭാഗത്ത് ചെന്നാലും അറിയാൻ പറ്റും കേട്ടോ. ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗത്തും അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കരിങ്കല്ല് കൊണ്ടും അങ്ങനെ മുഖമണ്ഡപമാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ശ്രീകോവില്, അങ്ങനെ എല്ലാ ഭാഗത്തും ആ ഒരു വൃത്തിയും, അതുപോലെ നമ്മള് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാല് തിടപ്പള്ളി കഴിഞ്ഞാല് കന്നിമൂലയില് ഗണപതിയുടെ ഉപദേവതാ പ്രതിഷ്ഠ, അതിനുശേഷം വായുകോണില് മഹാവിഷ്ണുവിന്റെ ഉപദേവതാ പ്രതിഷ്ഠ ഉണ്ട്. പിന്നെ പുറത്ത് കന്നിമൂലയിലാണ് ശാസ്താവ്, നാഗങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോ എന്തായാലും ഈ ക്ഷയാത് ത്രായതൈതി ക്ഷേത്ര എന്നുള്ളതാണല്ലോ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. ക്ഷയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ക്ഷേത്രം. ആ വാക്ക് അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികളാണ് ഇവിടുത്തെ കമ്മിറ്റിയുടെ എന്നുള്ളത് പ്രത്യേകം നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഇവിടെ ഈ മള്ളായ ശിവക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ തൂതപ്പുഴയുടെ ഓരത്താണ് നമ്മളുടെ ഈ മള്ളായ ശിവക്ഷേത്രം ഉള്ളത്. അപ്പൊ ഒരു മഹർഷി ഈ പുഴക്കരയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാള് കണ്ടു. ആ ആൽമര ചുവട്ടിൽ ഇരിക്കുകയും ധ്യാന നിരതനാവുകയും ചെയ്തു. ധ്യാനത്തില് സ്വയംഭൂവായിട്ടുള്ള ഒരു തേജസ് ദർശിച്ച മഹർഷി ആ ദർശിച്ച സ്ഥലത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ഋഷിവര്യന്മാരാൽ ലോക നന്മയ്ക്കായിട്ട് ആ ദേവാദിദേവനായിട്ടുള്ള മഹാദേവനെ പരോപാസനയിലൂടെ ദർശിച്ച ആ സ്ഥലത്ത് ആ സ്വയംഭൂ ആ തേജസ് അന്തർദാനം ചെയ്യുകയും പ്രസ്തുത സ്ഥാനത്ത് വൈശിഷ്ട്യമായ ആ ദ്രവ്യങ്ങൾക്ക് മുകളിലായിട്ട് സദാശിവ രൂപത്തിൽ തന്നെ പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കാലാന്തരത്തിൽ വന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇന്നുള്ള ഈ ഒരു ക്ഷേത്ര വിധാനം രൂപപ്പെട്ടതെന്നാണ് ക്ഷേത്ര ചരിത്രത്തിൽ പറയുന്നത്. ഈ കുന്തിപ്പുഴയുടെ തൂതപ്പുഴയുടെ ഓരത്തുള്ള ഒരു ക്ഷേത്രം ആവുന്നതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തില് ആ പുഴയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് വേണം, ആ ജലം കൊണ്ട് വേണം അഭിഷേകത്തിനും അല്ലെങ്കിൽ നിത്യത്തിനൊക്കെ എടുക്കാമെന്നും പ്രശ്നത്തിൽ കണ്ടു എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രക്കടവിലേക്ക് തുറക്കുന്ന ഒരു കരിങ്കൽ കവാടവും ഒക്കെ ഉണ്ട് കേട്ടോ. ക്ഷേത്രത്തിന്റെ ഗോപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നല്ലൊരു കൊടിമര പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞപ്പോൾ ഉത്സവമൊക്കെ നടക്കുന്നുണ്ട് ക്ഷേത്രത്തില്. അപ്പോ മകരമാസത്തിലെ രോഹിണി നാളിലാണ് ക്ഷേത്രത്തില് ഉത്സവം നടക്കുന്നത് കേട്ടോ. 1988 മുതൽ ക്ഷേത്ര നടത്തിപ്പിനായിട്ട് പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നു. 2005 ജൂണിൽ രജിസ്റ്റർ ചെയ്ത കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ത്രികാല പൂജ, അതുപോലെ തന്നെ ഈ ക്ഷേത്ര ജീവനക്കാരിൽ മേൽശാന്തി മാത്രമേ ശമ്പളത്തിനുള്ളൂ. ബാക്കി എല്ലാവരും ശ്രമദാനമായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ ക്ഷേത്രത്തില് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാധാരണക്കാരായിട്ടുള്ള ഒരു ഭക്തര് അവരുടെ ആ ഒരു കമ്മിറ്റി വളരെ നല്ല രീതിയിൽ ക്ഷേത്രം നന്നായിട്ട് കൊണ്ടുപോകുന്നു.
ക്ഷേത്രത്തിന്റെ നടപ്പന്തല് മുഴുവനായിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള വളരെ വലിയൊരു നടപ്പന്തല്. പിന്നെ അതേപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കന്നിമൂലയില് ധർമ്മശാസ്താവിന്റെ ഉപദേവതാ പ്രതിഷ്ഠ, അവിടെ തൊട്ടപ്പുറത്ത് തന്നെ നാഗദേവങ്ങളുടെ, അതേപോലെ വാവുബലി. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വിഷുവിന് 5 മണിക്ക് വിഷുക്കണി ദർശനം, അത് കഴിഞ്ഞ് പ്രത്യേക വിഷ്ണു പൂജയൊക്കെ നടത്തി വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ കർക്കിടകവാവിന് ആറാട്ടുകടവിൽ കർക്കിടകവാവ് ബലി, 1000-ലധികം ആളുകൾ വന്നിട്ട് ബലിതർപ്പണം ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ വിനായക ചതുർത്ഥി, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി, ദശമി പൂജ, പിന്നെ ദീപാവലിക്ക് ക്ഷേത്രത്തിൽ സഹസ്രദീപം ഉണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഇഷ്ടകാര്യസാധ്യത്തിനായിട്ട് കാര്യസാധ്യ പൂജ, ധനുമാസത്തില് ഈ തിരുവാതിരയ്ക്ക് 1000 കുടം ധാര ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ശിവരാത്രിക്ക് ഉദയാസ്തമന പൂജയും നവകം പഞ്ചമിയും അങ്ങനെയെല്ലാം, പിന്നെ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പരിപാടികളൊക്കെ ക്ഷേത്രത്തിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ ഈ മകരമാസത്തിലെ രോഹിണി നാളിലാണ് ഉത്സവം വരുന്നത്. അത് 7 ദിവസമായിട്ട് വിവിധ തരം പരിപാടികളും ക്ഷേത്രത്തില് എല്ലാ താന്ത്രികമായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടാവും. അതിന് പുറമെ ഓരോരുത്തരുടെ പരിപാടികള്, കാര്യങ്ങള്, സ്റ്റേജില് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഗംഭീരമായിട്ടാണ് അവർ ഉത്സവം നടത്തുന്നത്. അത് ആ പ്രതിഷ്ഠാ ദിനത്തില് ആറാട്ടോടുകൂടി ആറാട്ടുകടവിൽ ആറാട്ട് നടത്തി ആറാട്ട് സദ്യയോട് കൂടിയിട്ട് അങ്ങനെ ഗംഭീരമായിട്ടാണ് അവിടെ ഉത്സവമൊക്കെ ഇപ്പൊ നടക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോ എന്തായാലും ആ മണലായ തേവര് ആ ഗ്രാമത്തെ നന്നായിട്ട് അനുഗ്രഹിച്ച് ഒരു നല്ല രീതിയിൽ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റി. അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തെ പറ്റിയിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ, പറയാണ്ടെന്നും വയ്യ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ക്ഷേത്രത്തിൽ നിന്ന് ആ പുഴയിലേക്കുള്ള ആ ഒരു കടവാണ് കേട്ടോ. കരിങ്കല്ല് കൊണ്ടുള്ള ആ ഒരു നമ്മൾ റോഡിന്റെ ആ ഒരു ഗതാഗത മുകളിലൂടെ നടക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ യാതൊരു തടസ്സങ്ങളുമില്ല. നേരെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പുഴയിലേക്കാണ് പോകുന്നത്. ഈ പുഴയിലെ ഈ ആല്, അതുപോലെ തന്നെ പുഴയിൽ നമ്മൾ അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അവിടുന്നുള്ള ജലം ഉപയോഗിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് അഭിഷേകത്തിനോ ഒക്കെ ജലം എടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തില് ഈ ബലിതർപ്പണം വളരെ ഗംഭീരമായിട്ട് ആ കർക്കിടകവാവിന് നേരത്തെ പറഞ്ഞ പോലെ 1000-ലധികം ആളുകൾ വന്നിട്ട് തർപ്പണം ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ആ പ്രകൃതിയോട് ഒത്ത് ആ ഒരു പുഴയും ആലും അതുപോലെ തന്നെ ക്ഷേത്രവും അങ്ങനെ ആ വള്ളുവനാടിന്റെ ആ തനി ആ ഒരു ഗ്രാമീണ സൗന്ദര്യം അതേപോലെ നിലനിർത്തി അതിന്റെ ആ പഴമയൊന്നും പോവാതെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ക്ഷേത്രം. ഇവിടേക്ക് വന്ന് ദർശനം ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് തൊഴുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരു പുണ്യാണ്. അപ്പോ തൂതപ്പുഴ ആണ് കാണുന്നത്. തൂതപ്പുഴയുടെ ഓരത്ത് അത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രം. അപ്പോൾ നിങ്ങൾ കഴിയുന്നവരൊക്കെ ഇവിടെ വരിക, എന്നിട്ട് ദർശനം നടത്തുക. ആ ഭഗവാന്റെ ആ മണലായ തേവരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതവരാവുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ആ പുഴയിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ഇവിടെയും ക്ഷേത്രം തന്ത്രി എടത്തല മൂത്തെടുത്ത് മനക്കൽ നാരായണ നമ്പൂതിരി അദ്ദേഹം തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ക്ഷേത്രം, ഈ മണലായ ശിവക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്കായിട്ട് എല്ലാ ജനങ്ങളും കമ്മിറ്റിയും എല്ലാം ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട്. ഇനിയും അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ സംസാരിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും ക്ഷേത്രത്തിൽ എല്ലാത്തരം വഴിപാടുകളും ഉണ്ട്. ധാരയായാലും ശംഖാഭിഷേകമായാലും ശ്രീരുദ്രായാലും ആയുസുക്തായാലും എല്ലാം, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം,
കർഗഹോമം, തിലഹോമം, അങ്ങനെ ഗണപതിക്കൊറ്റ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവര് ആദ്യം ഞങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ അവരത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ക്ഷേത്രത്തിന്റെ കൊടിമരമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. അതുപോലെ നടപ്പന്തലൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയും വൃത്തിയുവാ. ഇതാണ് നമ്മളുടെ ക്ഷേത്രങ്ങള്. അപ്പോൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ കണ്ടില്ലേ, അത് വലിയ ബലിക്കല്ല്. അപ്പോൾ അതുപോലെ ഇത് പടിഞ്ഞാറേ ഗോപുരം. അപ്പൊ ഇതൊക്കെ ആ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു പ്രൗഢ്യം തന്നെയാണ്, ഒരു സംശയമില്ല. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് എനിക്ക് താല്പര്യം കേട്ടോ. എന്തായാലും ആ ബൺലായ തേവർ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.